അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളും അവിടെ നിത്യകാഴ്ചയാണ്. എന്തു ചെയ്യുമെന്നറിയാതെ അമേരിക്ക ജനത നട്ടം തിരിയുമ്പോഴും അമേരിക്കയുടെ ഗ്രീൻലാൻഡ് മോഹം അവസാനിക്കുന്നതേയില്ല. എന്നാൽ ഇനി ഗ്രീൻലാൻഡിന് മേൽ കണ്ണുവെക്കാനാണ് അമേരിക്കയുടെ തീരുമാനമെങ്കിൽ യൂറോപ്പ് വെറുതെ ഇരിക്കില്ല എന്ന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. എല്ലാം സഹിച്ച് മിണ്ടാതിരുന്ന കാലമൊക്കെ കഴിഞ്ഞു ട്രംപേ. ആ തിരിച്ചടി ഒരുപക്ഷെ നാശത്തിന്റെ വക്കിലെത്തിയ അമേരിക്കയെ പൂർണ്ണമായും നശിപ്പിക്കാനാണ് സാധ്യത. എന്താണ് സംഭവമെന്നല്ലേ നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് ഏറ്റെടുത്ത് അമേരിക്കയുടെ ഭാഗമാക്കാനുള്ള തന്റെ ആഗ്രഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗ്രീൻലാൻഡിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച നിധിക്കായിട്ടാണ് ട്രംപ് ഇത്തരമൊരു പദ്ധതി ഇടുന്നതും. യുഎസുമായി യാതൊരു ബന്ധമില്ലാത്ത സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ജനതയുടെ മണ്ണിന്റെ അവകാശം ഇനി അമേരിക്കയ്ക്കാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ ആശങ്കകൾ ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ രാഷ്ട്രീയക്കാർക്കും പൊതുജനങ്ങൾക്കുമിടയിൽ ഒരുപോലെ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. യുഎസിന്റെയോ ഡെൻമാർക്കിന്റെയോ അല്ല ഈ ദ്വീപ് ഒരു സ്വയംഭരണ പ്രദേശമായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇരു രാജ്യത്തിന്റെയും ഭാഗമാകാൻ അവർ ആഗ്രഹിക്കില്ലെന്ന് വ്യക്തമാക്കിയ ഗ്രീൻലാൻഡ് സർക്കാരിന്റെ പ്രസ്താവനയെ ട്രംപ് മാനിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ട്രംപിന്റെ ഗ്രീൻലാൻഡ് മോഹം പലരുടെയും സ്വസ്ഥത നശിപ്പിച്ചത്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളത് സ്വന്തമാക്കുമെന്ന് അമേരിക്കയുടെ ഭരണാധികാരിയായ റിപ്പബ്ലിക്കൻ പറയുമ്പോൾ എങ്ങനെ ആദിയില്ലാതിരിക്കുമല്ലേ? സൗമ്യഭാവം വെടിഞ്ഞ് ഗ്രീൻലാൻഡിലേക്ക് ലോകത്തിലെ തന്നെ അതിശക്തരായ അമേരിക്കൻ സൈന്യത്തെ വിന്യസിക്കാനും ട്രംപിന് മടിയുണ്ടാകില്ല എന്ന തിരിച്ചറിവാണ് ലോകരാജ്യങ്ങളെ ഒന്നാകെ ഉറക്കം കെടുത്തുന്ന ഒരു ഘടകം. കാരണം ഇന്നത് ഗ്രീൻലാൻഡ് ആണ്, നാളെ മറ്റേതോ രാജ്യവുമാകാം എന്ന ഭീതിയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുകളിൽ ഇപ്പോൾ നിഴലിച്ചു നിൽക്കുന്നത്. 1949 തന്നെ നാറ്റോയുടെ ഭാഗമായി മാറിയ ഡെൻമാർക്കിനൊപ്പം തന്നെ ഗ്രീൻലാൻഡും നാറ്റോയുടെ അംഗമാണ്. അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡിനു മേലുള്ള ഏതൊരു വിപത്തും നാറ്റോ സഖ്യരാജ്യങ്ങൾക്കെതിരെ ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. ഡെൻമാർക്കും യുഎസും ഒപ്പുവെച്ച നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ പ്രകാരം വളരെ അസ്വസ്ഥമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ട്രംപിന് സാധിച്ചിട്ടുണ്ട്. നാറ്റോയുടെ ആർട്ടിക്കിൾ 5 പ്രകാരം, അതായത് ആർട്ടിക്കിൾ 5 പ്രകാരം ഒരാളുടെ നേരെയുള്ള ആക്രമണം എല്ലാവരുടെയും നേരെയുള്ള ആക്രമണമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും അംഗരാജ്യം ആക്രമിക്കപ്പെട്ടാൽ ബാക്കിയുള്ളവരും അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതുപോലെ പ്രതികരിക്കുമെന്നതാണ് നാറ്റോയുടെ നിയമം. അതായത് നിലവിൽ സ്വയം ഭരണാവകാശമുള്ള ഗ്രീൻലാൻഡിന് മേൽ മറ്റൊരു രാജ്യം കണ്ണുവെക്കുകയാണെങ്കിൽ ആ കണ്ണുകൾ നശിപ്പിക്കേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നാറ്റോ സഖ്യകക്ഷിയായ മറ്റ് രാജ്യങ്ങൾക്കുണ്ട്. എന്നാൽ ഒരു നാറ്റോ അംഗം മറ്റൊരാളെ ആക്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? 2025 റെയ്സിന ഡയലോഗിൽ ഗ്രീൻലാൻഡിനെ പിടിച്ചടക്കാനുള്ള യുഎസ് ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ നോർവേ വിദേശകാര്യമന്ത്രി എസ്പെൻ ബാർത്ത് എയ്ഡിനോട് ഈ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ശരി, ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാമെന്നാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഈ നർമ്മത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: നാറ്റോ അറിയുന്ന മിക്ക ആളുകൾക്കും അറിയുന്നതാണ് ബാഹ്യ ഭീഷണികൾക്കെതിരായ പ്രതിരോധത്തിനുള്ള കൂട്ടായ പ്രതിബദ്ധതയായ ആർട്ടിക്കിൾ 5 കുറിച്ച് കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ 1 എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നാറ്റോയിലുണ്ട്. അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയാണ്: 1949 നാറ്റോ സ്ഥാപിതമായതിനാൽ UN ചാർട്ടറിന്റെ 4 വർഷത്തിന് ശേഷം അതേ ആളുകൾ ചിലർ അറ്റ്ലാന്റിക് ഉടമ്പടി എഴുതുന്നുണ്ട്. അതിനാൽ നിങ്ങൾ ആദ്യം പറയുന്നത് ബലപ്രയോഗത്തിൽ നിന്നോ ബലപ്രയോഗ ഭീഷണിയിൽ നിന്നോ ഞങ്ങൾ പുനർനിർമ്മിക്കും എന്നതാണ്. നാറ്റോയുടെ ആർട്ടിക്കിൾ 1 പറയുന്നത് ഒപ്പുവെച്ച കക്ഷികൾ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നീതിയും അപകടത്തിലാക്കുന്ന വിധത്തിൽ സമാധാനപരമായ മാർഗങ്ങളിലൂടെ തങ്ങൾ ഉൾപ്പെട്ടേക്കാവുന്ന ഏതൊരു അന്താരാഷ്ട്ര തർക്കവും പരിഹരിക്കാനും ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ ഏതെങ്കിലും വിധത്തിൽ ബലപ്രയോഗത്തിൽ നിന്നോ ഭീഷണിയിൽ നിന്നോ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഏറ്റെടുക്കുന്നു എന്നതാണ്. ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ നയങ്ങളോട് ഒരു കൂറ് പുലർത്തി, അതായത് അതിന് അനുസൃതമായിട്ടാണ് നാറ്റോ സഖ്യരാജ്യങ്ങളും പോകേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. യുഎസ് ഉൾപ്പെടെയുള്ള അംഗങ്ങളെ പരസ്പരം സായുധ സംഘടനത്തിൽ ഏർപ്പെടാതിരിക്കാൻ നാറ്റോ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും കരാർ ലംഘിക്കാനോ നാറ്റോയിൽ നിന്ന് പിന്മാറാനോ തുടർന്ന് ഗ്രീൻലാൻഡ് ആക്രമിക്കാനോ യുഎസ് തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിനെ അമേരിക്ക നോട്ടമിട്ടിട്ട് കാലങ്ങൾ കുറേ ആയിട്ടുണ്ട്. ഇപ്പോൾ ട്രംപിന്റെ വരവിൽ ആ ഗ്രീൻലാൻഡ് സ്വപ്നവും പൂവണിയിക്കാനുള്ള കാര്യമായ ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നും ഗ്രീൻലാൻഡിനെ വിട്ടുകൊടുക്കാൻ റഷ്യയും അതുപോലെ തന്നെ റഷ്യയ്ക്കൊപ്പം ചൈനയും തയ്യാറല്ല എന്നത് ആരും മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമാണ്. ഗ്രീൻലാൻഡിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. ഏകദേശം 56,000 പേര് മാത്രം ജീവിക്കുന്ന ഒരു ലാൻഡാണ് ഈ ഗ്രീൻലാൻഡ്. ജനവാസം കുറഞ്ഞ മൊത്തം ലാൻഡിന്റെ 80% മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട ഈ പ്രദേശത്തിന് വേണ്ടി ഭാവിയിൽ ഒരു യുദ്ധം തന്നെ ചിലപ്പോൾ നടന്നേക്കാം എന്ന സാഹചര്യത്തിലേക്കാണ്
കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നത്. സ്വന്തമായൊരു രാജ്യമല്ലാതെ തന്നെ ഡെൻമാർക്കിന്റെ കീഴിൽ സ്വയം ഭരണാവകാശമുള്ള ഈ ദ്വീപ് ശരിക്കും ഒരു കിട്ടാക്കനി തന്നെയാണ്. ലോകത്തിന്റെ മൊത്തം ശുദ്ധജലത്തിൽ 8% ഈ ദ്വീപിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞെല്ലാം ഉരുകി തീർന്നാൽ രാജ്യാന്തര തലത്തിൽ സമുദ്ര ജലനിരപ്പ് ഉയരുക 23 അടിയോളമാണ്. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ ലോകാവസാനത്തിലേക്ക് പോലും നയിക്കുന്നത്ര നാശനഷ്ടങ്ങളായിരിക്കും ലോകത്ത് സംഭവിക്കുക. ആയതിനാൽ തന്നെ ഇവിടുത്തെ മഞ്ഞുരുകൽ എന്നത് ഗവേഷകർക്ക് ഒരു പേടി സ്വപ്നം തന്നെയാണ്. പല ലോകരാജ്യങ്ങളുടെയും കണ്ണെത്തിയ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ഈ ഗ്രീൻലാൻഡ്. കാനഡയെയും പനാമ കനാലിനെയും അധീനതയിലാക്കാൻ ശ്രമിക്കുന്ന ട്രംപിൽ നിന്നും ഉയർന്നു വന്ന മറ്റൊരു ആഗ്രഹമായിരുന്നു ഈ ഗ്രീൻലാൻഡ് മോഹം. നേരത്തെ തന്നെ ഗ്രീൻലാൻഡ് ട്രംപിന്റെ ഈ ആഗ്രഹത്തെ തള്ളിയിട്ടുണ്ടായിരുന്നു. തങ്ങളൊരു വിൽപ്പന ചരക്കല്ലെന്നും ഗ്രീൻലാൻഡിലെ ജനങ്ങളുടേതാണെന്നും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മ്യൂട്ട് എഗഡെ ട്രംപിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും വിട്ടുകളയാൻ ട്രംപിന് മനസ്സ് വരുന്നില്ല. അമേരിക്കൻ വ്യാപാരത്തിനും ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങൾക്കും അപ്പുറത്തേക്ക് തന്റെ കൈ കടത്തുക എന്നത് തന്നെയാണ് ഇതുവഴിയുള്ള ട്രംപിന്റെ ഉദ്ദേശം. ഗ്രീൻലാൻഡിന്റെ ഉടമസ്ഥതയും നിയന്ത്രണവും പ്രധാന ആവശ്യമായിട്ടാണ് ട്രംപ് കാണുന്നത്. ഇതിനു മുൻപും ട്രംപ് ഗ്രീൻലാൻഡിനോടുള്ള തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ തവണ അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റപ്പോഴായിരുന്നു ട്രംപ് ആദ്യമായി ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് ചേർക്കാനുള്ള തന്റെ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഇത്രത്തോളം ശക്തമായിരുന്നില്ല ആ വാക്കുകൾ എന്ന് മാത്രം. യുഎസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ ഭാഗമാണ് ഈ ഗ്രീൻലാൻഡ് എന്നായിരുന്നു ട്രംപ് അന്ന് പറഞ്ഞിരുന്നത്. ഗ്രീൻലാൻഡിന്റെ മണ്ണിലെ ധാതു സമ്പത്താണ് ഈ പ്രദേശത്തെ യുഎസിനോട് ചേർക്കണമെന്ന ട്രംപിന്റെ ആവശ്യകതയുടെ പ്രധാനപ്പെട്ട കാരണം തന്നെ. ഇതാണ് ട്രംപിന്റെ സാമ്പത്തിക താല്പര്യവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യയുടെ അധിനിവേശത്തെ ചെറുക്കുക എന്നതാണ്. അതായത് ഈ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണല്ലോ. എന്നും ഹിമം വീഴുന്ന ഈ പ്രദേശത്തേക്ക് എപ്പോൾ വേണമെങ്കിലും വ്ളാഡിമിർ പുതിന്റെ റഷ്യൻ പട ഇരച്ചു കയറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ശരീരം കോച്ചിപ്പോകുന്ന കൊടും തണുപ്പിലും ഇരച്ചു കയറാനും യുദ്ധം ചെയ്യാനും പരിശീലനം ലഭിച്ചവരാണ് പുതിന്റെ പടയാളികൾ എന്ന ഓർമ്മ വേണം. ഈ ഒരൊറ്റ കാരണമാണ് ട്രംപിനെ നിലവിൽ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. ഗ്രാനൈറ്റ്, ലിഥിയം എന്നീ മൂലകങ്ങളാൽ സമ്പന്നമായ ഗ്രീൻലാൻഡിലെ ഒരു ചെറിയ പ്രദേശം പോലും റഷ്യയുടെ കൈവശമാക്കുക എന്ന കാര്യം അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ പോലും ആകില്ലല്ലോ. ഇന്ന് ലോകത്ത് ധാതുക്കളാൽ സമ്പന്ന രാഷ്ട്രം ചൈനയാണ്. ചൈനയിൽ നിന്നാണ് US അടക്കം ധാതുക്കൾ വിലക്കെടുത്ത് സ്വന്തമാക്കുന്നത്. ഗ്രീൻലാൻഡ് സ്വന്തമാകുന്നതോടെ ചൈന പുലർത്തുന്ന ആ ആധിപത്യവും തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസവും ട്രംപിനുണ്ട്. ഗ്രീൻലാൻഡ് മറ്റൊരു ഉക്രൈൻ ആകുമോ എന്നതാണ് ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു കാര്യം. ഉക്രൈൻ ജനതയെ പോലെ റഷ്യയോട് പൊരുതാനോ അതിനുവേണ്ടി പട്ടാളക്കാരെ ബലിയർപ്പിക്കാനോ ഗ്രീൻലാൻഡ് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. സൈന്യം വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയറവ് പറയുകയായിരിക്കും ഗ്രീൻലാൻഡ് ചെയ്യുക. നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ നാറ്റോ സഖ്യ കക്ഷികൾ ഗ്രീൻലാൻഡിനു വേണ്ടി രംഗത്തിറങ്ങാനും സാധ്യതയുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മൂന്നാം ലോക മഹായുദ്ധത്തെ നോക്കിക്കാണേണ്ടത്. ഗ്രീൻലാൻഡിനു വേണ്ടി നാറ്റോ ഇറങ്ങുകയും റഷ്യക്കെതിരെ തിരിയുകയും ചെയ്താൽ അത് മഹായുദ്ധത്തിലാണ് ചെന്നെത്തുക എന്നതിൽ ഒട്ടും സംശയം വേണ്ട. മൊബൈൽ ഫോണുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ആയുധങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന അപൂർവ ഭൂമി മൂലകങ്ങൾ ഉൾപ്പെടെ സാങ്കേതിക വിദ്യയ്ക്കും പ്രതിരോധത്തിനും ആവശ്യമായ ധാതുക്കളാൽ സമ്പന്നമാണ് ഈ ഗ്രീൻലാൻഡ്. മാത്രവുമല്ല അവിടുത്തെ മഞ്ഞുരുകുന്നത് വഴി പതിയെ ഇവിടെ പുതിയ ജലപാതകൾ രൂപീകരിക്കപ്പെടും. അപ്പോൾ പിന്നെ അമേരിക്കയെ മാത്രമല്ല ആഗോള ശക്തികളായ ചൈന ഉൾപ്പെടെയുള്ളവരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാതിരിക്കാൻ ഗ്രീൻലാൻഡിന് സാധിക്കില്ല. തുറന്നു വരുന്ന പുതിയ ജലപാത ചൈന ഉൾപ്പെടെയുള്ള ശക്തികൾക്ക് വ്യാവസായികപരമായി തുറന്നു കൊടുക്കുന്നത് വളരെ വലിയൊരു പാത തന്നെയാണ്. വ്യവസായത്തിന് ആവശ്യമായ വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനുള്ള ഒരു എളുപ്പ വഴിയാക്കി ഗ്രീൻലാൻഡിനെ മാറ്റിയാൽ അത് വ്യാപാരത്തിലും ഈ രാജ്യങ്ങളെ വലിയ തോതിൽ സഹായിക്കും. ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ട്രംപ് കരുക്കൾ നീക്കുന്നത് എന്ന് ഓർമ്മ വേണം. എന്നാൽ ട്രംപ് അല്ല ഇത്തരം സ്വപ്നങ്ങൾ ആദ്യമായി കണ്ടത് എന്നതുകൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. 1946 കാലഘട്ടത്തിലെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഹാരി ട്രൂമാൻ കണ്ട സ്വപ്നമായിരുന്നു ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് ചേർക്കുക എന്ന കാര്യം. അതിനുവേണ്ടി അദ്ദേഹം ഡെൻമാർക്കിനെ സമീപിക്കുകയും ആ കാലത്ത് $100 മില്യൺ തുക വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ തുകയുടെ ഓഫർ ആയിരുന്നിട്ട് കൂടി ഗ്രീൻലാൻഡിനെ വിട്ടു നൽകാൻ ഡെൻമാർക്ക് അന്ന് തയ്യാറായില്ല. അതിനും എത്രയോ കാലങ്ങൾക്ക് മുൻപ്, അതായത് 1880കളിലും അമേരിക്കയിൽ നിന്നും ഇത്തരം പ്രവണതകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അലാസ്കയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? റഷ്യയുടെ ഭാഗമായിരുന്ന അലാസ്കയെ വർഷങ്ങൾക്ക് മുൻപ് $7.2 മില്യൺ അമേരിക്ക വിലക്കി വാങ്ങിയ ഒരു ചരിത്രമുണ്ട്. 1867 ഈ സംഭവം നടന്നത്. ഫിലിപ്പീൻസ് ഐലൻഡിനും ഇങ്ങനെ പണം കൊടുത്തു വാങ്ങിയ ഒരു ചരിത്രം പറയാനുണ്ട്. എന്തായാലും ട്രംപിന്റെ ഗ്രീൻലാൻഡ് മോഹത്തോട് ഇപ്പോൾ അമേരിക്കയോട് അത്ര രസത്തിലല്ലാത്ത നാറ്റോ സഖ്യ രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കുക? ഗ്രീൻലാൻഡിന് വേണ്ടി ഒരു ലോക മഹായുദ്ധം നടക്കുമോ? നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.